ലിക്വിഡിറ്റി പൂളുള്ള ക്രിപ്റ്റോ തന്നെയായിരിക്കും നമ്മുടെ ഇതിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ കയ്യിൽ വരുന്നത് വൈറ്റ് പേപ്പർ ആയിരിക്കും. വൈറ്റ് പേപ്പർ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ക്രിപ്റ്റോയുടെ റോഡ് മാപ്പ്. ഒരു ക്രിപ്റ്റോ എന്തിനു വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്തൊക്കെയാണ് ഇത് വെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് അതിലൊന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മളുടെ കമ്മ്യൂണിറ്റിയെ കൊണ്ട് മാത്രം അതിനകത്ത് പണം ഇടിപ്പിച്ചിട്ട് ആ ക്രിപ്റ്റോ വലുതാക്കാനുള്ള ഒരു ശ്രമമല്ല നമ്മൾ നടത്തുന്നത്. ഓക്കെ, നമ്മളുടെ കമ്മ്യൂണിറ്റിയെ കൊണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടേതായ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുമല്ലോ, ഇല്ലേ? അതിനകത്തൂടെ ഫോറസ്റ്റ് ട്രേഡിംഗ് ഇതിനകത്ത് പണം വരും. ഈ പണം വരുന്നതിനകത്തുനിന്ന് ഒരു പെർസെന്റേജ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ പണം വെച്ചുകൊണ്ട് ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്യുക അല്ല, അതിനുവേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ആ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്ത് ഗെയിം. ക്ലിയർ ആയോ? ഗെയിം വരുമ്പോഴത്തേക്കും ലോകത്തില് ഈ നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരിത് എന്താണെന്ന് ശ്രദ്ധിക്കും. ഇത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ഈ വെബ്സൈറ്റിനകത്ത് വൈറ്റ് പേപ്പർ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണ്ടേ? അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിനെ കുറിച്ച് സംസാരിക്കും. ഒരു ഹോം തിയേറ്ററിനെ കുറിച്ചാവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറിനെ കുറിച്ചാവാം. ഈ കാറിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പിറ്റേ ദിവസം ഒരു 24 മണിക്കൂറിനകം ഈ സാധനത്തിന്റെ പരസ്യം നിങ്ങളുടെ മുന്നിൽ വന്ന് കിടപ്പുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന്. ഇതെങ്ങനെ വരുന്നു? നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ലെന്നേ. അതെങ്ങനെ വരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ഓരോ ആപ്ലിക്കേഷനും ആ ആപ്ലിക്കേഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു സംഭവം ചോദിക്കും, ആക്സസ് ടു മീഡിയ, ആക്സസ് ടു മൈക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് കൊടുത്താൽ ഇത് വർക്കാവുള്ളൂ. നിങ്ങൾ പറയുന്ന എല്ലാ സാധനവും ഈ ഫോൺ കേൾക്കുന്നു. എന്നിട്ട് ഇത് എന്ത് ചെയ്യുമെന്നറിയോ? ഇത് വേണ്ട വെണ്ടറുകളിലേക്ക് ഇത് എത്തിക്കും. കാറാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനം എന്നുണ്ടെങ്കിൽ കാറ് വിൽക്കുന്ന PR ഏജൻസിയുടെ സാധനം എത്തും. ഈ സാധനത്തിന്റെ പരസ്യം നിങ്ങളുടെ കയ്യിലും എത്തും. അപ്പൊ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ടീമിന്റെ പേരാണ് PR ടീം, പബ്ലിക് റിലേഷൻസ് വർക്ക് ചെയ്യുന്നത്. ഈ PR ടീം നമ്മുടെ വർക്ക് ചെയ്യുന്നത് റൊമാനിയയിൽ നിന്നാണ്. ഓക്കെ, ഇത് ഒരാളല്ല ഇതിന്റെ പുറകെ നിൽക്കുന്ന പറയാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു വൈറ്റ് പേപ്പർ ഉണ്ടെന്നും ഈ ഗെയിമിന്റെ പുറകിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും ആരെത്തിക്കും? ജനങ്ങളിലേക്ക്, ഇതിനായി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കും. ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് ഇത് ലോകം മുഴുവൻ എത്തുമ്പോഴത്തേക്കും ഒരു 10,000 പേര് മതിയെന്ന്. ഇതിനകത്ത് 10,000 into $1,000 എത്ര രൂപയായി? എത്ര രൂപയായി? $10 ലക്ഷം ആയി. $10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്ര കോടി രൂപയാണെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ 1 ലക്ഷം പേരുള്ള കമ്മ്യൂണിറ്റിയിലേക്കൊക്കെയാണ് ഇത് പോയി കയറാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാശ് പിരിച്ചുകൊണ്ട് വന്ന് ഈ ടെസ്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എവിടെ ഉപകരിക്കും? ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് ഈ സാധനം കിട്ടും. അത് ഫ്രീ ആയി കിട്ടുന്നതാണ്. അതിനൊരു സ്റ്റേക്ക് പീരീഡ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് കിട്ടിയ സാധനം അപ്പൊ തന്നെ നിങ്ങൾ കൊണ്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില കുറയും. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ വില കുറയാതിരിക്കാൻ വേണ്ടി ഇത് എൽപ്പം വിൽക്കണം എന്നുള്ള കാര്യം പോലും ഇത് പ്ലാൻ ചെയ്യും. അങ്ങനെ ഒരു PR ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ PR ടീം ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പല ലക്ഷക്കണക്കിന് കമ്മ്യൂണിറ്റിയിലേക്ക് ലോകം മുഴുവൻ ഇത് പോകും. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായി ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് വേണ്ടിയിട്ടുണ്ടോ? വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? അതിന്റെ വലതുവശത്ത് മുകളിൽ പല ക്രിപ്റ്റോയെ കുറിച്ചുള്ള പരസ്യം വന്ന് നടക്കുന്നുണ്ടോ? പെപ്പെ കാണാറുണ്ടോ? ഈ പരസ്യം വെറുതെ വരുന്നതെന്ന് വിചാരിക്കും. ഇതിനു വേണ്ടി ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കറൻസിയുടെ പേര് അവിടെ കയറി കിടക്കും. ബൈനാൻസിനകത്ത് ലിസ്റ്റിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ബൈനാൻസിന്റെ താഴെ ഫീഡ് പോകുന്നുണ്ടോ ഓരോ കറൻസികളെ കുറിച്ച്? ഇതുപോലെ നമ്മുടെ കറൻസികളെ കുറിച്ച് എഴുതാൻ തുടങ്ങും ആൾക്കാർ. ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് ചെറിയ സ്ഥലത്തൊന്നുമല്ല, ഗോയിൻ ടെലിഗ്രാഫ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വീഴുമ്പോഴത്തേക്കും ഒരു വലിയ കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കും. മനസ്സിലായി? ചെറുതായിട്ട് സംഭവിക്കും. ഒറ്റ വർഷം കൊണ്ട് നടക്കുന്ന പ്രോസസ് അല്ലാന്ന്. അതുകൊണ്ടാണ് 5 വർഷം എടുക്കും നമ്മുടെ കറൻസി വിൽക്കാനുള്ള ഒരു അവസരത്തിൽ. അതിന്റെ റീസൺ എന്താണ്? നമുക്കിത് ഫ്രീ ആയിട്ടാ കിട്ടുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ട്രാൻസാക്ഷൻ നടക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി വെളിയിൽ വരും. അവരിത് വിൽക്കാനും വാങ്ങാനും തുടങ്ങും. മനസ്സിലായോ? അങ്ങനെ വിൽക്കാനും വാങ്ങാനും വരുന്ന ഒരു സിറ്റുവേഷൻ ധാരാളം ആൾക്കാർ വരുമ്പോഴാണ് ഈ കറൻസി കയറുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ 1000 ക്രിപ്റ്റോ ആയിരിക്കും ഫ്രീ ആയിട്ട്, അല്ല 1 ലക്ഷം ക്രിപ്റ്റോ നിങ്ങളുടെ ഉണ്ടാവും. ഈ 1 ലക്ഷം ക്രിപ്റ്റോ 5 വർഷം കഴിയുമ്പോഴത്തേക്കും അന്നത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാം. മനസ്സിലാവുന്നുണ്ടോ? മറ്റു പ്രോജക്റ്റുകളിൽ നിന്നും ഇത് എങ്ങനെ വിഭിന്നമാവുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. മറ്റു പ്രോജക്റ്റുകൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഫണ്ട് വരുത്തുന്നത് പബ്ലിക്കിന്റെ പണം എടുത്തതിനകത്ത് ഇടുമ്പോഴാണ്, അല്ലേ?
പക്ഷെ ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റി ഇല്ല. ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വിറ്റ കൊണ്ടിരുന്ന ആൾക്കാരില്ലേ, കുറച്ച് ആൾക്കാർ ആരുടെ ഇവര് 5 പേരുടേക്കാണ്, ഞങ്ങൾ 5 പേര് ഇതങ്ങ് വിൽക്കും, ഞങ്ങൾ കുറച്ച് 4-5 പേര് കാശ് ഉണ്ടാക്കി. അങ്ങനെയാണ് ക്രിപ്റ്റോ ഇല്ലാണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിലെ ഫേക്ക് ആയിട്ടുള്ള സിസ്റ്റംസ് പെരുമാറുന്നത്. ഇതില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ സിസ്റ്റം എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത് ഫുള്ളായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്ക്, ഒന്ന് ഗെയിമുകൾ വരും, ടാപ്പിംഗ് ഗെയിം പോലുള്ള ഗെയിംസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത് വരാൻ വേണ്ടി പോകുന്നത് P2E എന്ന് പറയും, പ്ലേ ടു ഏൺ. അതാണ് P2E. നിങ്ങൾ ഗെയിം കളിക്കൂ, ആ കളിക്കുന്ന ഗെയിമിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം. അവിടെയാണ് സക്കീർ ഭായി പറയുന്ന പലരും കളിച്ചുകൊണ്ടിരിക്കുന്ന ലുഡോ, ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഇല്ലേ, ചെറുതാന്ന വിചാരം. ഡെയിലി ഒരു ചെറിയ കണക്ക് പറഞ്ഞുതരാം ഗെയിമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ഫാന്റസി 11 പോലുള്ള കമ്മ്യൂണിറ്റി അറിയാമല്ലോ, കണ്ടിട്ടില്ലേ? ഫാന്റസി 11 ഓരോരുത്തർ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ടോ? ഈ ടീമിന്റെ ഈ സംഭവം ഫാന്റസി 11 2012-13 കാലഘട്ടങ്ങളിലാണ് വരുന്നത്. 2014-15 കാലഘട്ടങ്ങളിൽ ആകെ മൊത്തം ഇവരുടെ യൂസേഴ്സ് 1000-2000 എണ്ണമാണ്. ഇതിനുശേഷം 16-17 കാലഘട്ടത്തിൽ ഒരു മാജിക് സംഭവിച്ചു ഇന്ത്യക്ക്. അതെന്നറിയോ? ജിയോ വന്നു തുടങ്ങി. ഫ്രീ ഡാറ്റ അല്ലെ വന്നിരുന്ന് ഇന്ന് ആക്റ്റീവ് യൂസേഴ്സിന്റെ കാര്യം വെറും ഞാൻ പറഞ്ഞ ആക്റ്റീവ് യൂസേഴ്സിന്റെ ഡെയിലി യൂസേഴ്സിന്റെ എണ്ണം ഏകദേശം 4 കോടിക്ക് മുകളിലൊക്കെയാണ്. 4 കോടി. ഈ 4 കോടി യൂസേഴ്സ് ചില ദിവസങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നിങ്ങൾക്ക് അങ്ങോട്ട് 10 രൂപ വരും, പക്ഷെ ഒരു ടീമിനെ വന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ട് 25 രൂപയാണ്. കയ്യിൽ നിന്ന് 15 രൂപ ഇട്ടിട്ട് ഇത് എടുക്കാം. 4 കോടിയൊക്കെ ഉള്ള കമ്മ്യൂണിറ്റി 10 രൂപ വെച്ചിട്ട് എത്ര രൂപയായി? 40 കോടി. എത്ര നേരത്തേക്കെന്നറിയോ? 1 മണിക്കൂർ നേരത്തെ ഗെയിമിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നറിയോ? ഇതിന്റെ മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. 400 കോടിയുടെ അല്ലെ 40 കോടിയുടെ ഒരു ഗെയിം നടന്നു. ഫസ്റ്റ് പ്രൈസിന് വിന്നറിന് കൊടുക്കുന്നത് 60% വരെ ആയിരിക്കും. മിച്ചമുള്ള 40% ആരുടെ കയ്യിലായിരിക്കുന്നത്? നടത്തുന്ന ആളുടെ കയ്യിലാണ്, കമ്പനിയുടെ കയ്യിലാണ്. മനസ്സിലായോ? ഇതൊരു വലിയ തുകയാണ്. ഒരു ഗെയിമിനകത്തൊന്നും മാത്രം നിങ്ങൾ ഡെയിലി നടക്കുന്ന IPL പോലുള്ള ഗെയിമിനകത്ത് ഈ ഫാന്റസി 11-ലും MPL-ലും ഒക്കെ നടക്കുന്ന കാര്യം പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് 40 കോടി 50 കോടിയൊക്കെ സർക്കുലേഷൻ ആവുന്നത്. ഇങ്ങനെയുള്ള ഗെയിമിംഗ് ഇൻഡസ്ട്രിക്കകത്തിട്ട് ക്രിപ്റ്റോ വന്ന് കയറി എങ്ങനെയിരിക്കുന്ന ആലോചിച്ചിരിക്കും. ഇതിനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് P2E ഗെയിംസ്, പ്ലേ ടു ഏൺ ഗെയിംസ്. ഈ പ്ലേ ടു ഏൺ ഗെയിംസ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. ഞങ്ങൾ 4 പേരുടെ ലുഡോ കളിക്കും. ലുഡോ കളിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഇങ്ങോട്ട് 1 രൂപ 2 രൂപ തരും. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയ ഞങ്ങൾ 4-5 പേരിൽ നിന്ന് കളിക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് 10 രൂപ കിട്ടി. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയുകയാണ്. ഓക്കെ, 10 രൂപ കിട്ടുന്നയാൾ അടുത്ത ദിവസം വീണ്ടും ഇത് ഗെയിം കളിക്കുമല്ലോ. ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റി വലുതാണ്. ആദ്യം ഇങ്ങോട്ട് തരും, പിന്നെ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയി അഡിക്റ്റഡ് ആയി ഈ സാധനം ഇതിന്റെ കൂടെ നിൽക്കും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് വഴി നടക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ, ഇല്ലേ? നമ്മൾ ആരും വിഷയം ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും 2% 3% എന്താണെന്ന് അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ വെളിയിൽ ഉണ്ടോ ഇല്ലയോ? ഇതിനു വേണ്ടി നമ്മുടെ ക്രിപ്റ്റോ ഉപയോഗിക്കും. ഇങ്ങനത്തെ ഫസ്റ്റ് ഗെയിം എവിടെ വരാൻ വേണ്ടി പോവാ? വരുന്ന 1 മാസത്തിനുള്ളിൽ നമ്മൾ ലോഞ്ച് ചെയ്യാം. മനസ്സിലായോ? അപ്പോഴത്തേക്കും ക്രിപ്റ്റോ വന്നു. ക്രിപ്റ്റോ വരുന്നതിന് മുന്നേ ഗെയിംസ് വന്നു എന്നുള്ള ന്യൂസുകൾ പലയിടങ്ങളിൽ വരുന്നു. ഈ ന്യൂസ് പലയിടങ്ങളിൽ വരുന്നതുകൊണ്ട് കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കുന്ന കമ്മ്യൂണിറ്റി ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡെക്സ് പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യും. ഡെക്സ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, പാൻകേക്ക് സ്വാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം ലിസ്റ്റ് ചെയ്യും. ഓപ്പൺ ടു കമ്മ്യൂണിറ്റി. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ $5, $10, $100 ഒക്കെ ഇത് വാങ്ങിക്കാം. മനസ്സിലായോ? വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വില കൂടും. ഇതാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം വരാൻ വേണ്ടി പോകുന്നത് NFT ബേസ്ഡ് ഗെയിംസ് ആണ്. അതിനുശേഷം മെറ്റാവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ മെറ്റാവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഇല്ലേ, നമ്മൾ നേരിട്ട് അതിനിടയ്ക്ക് നമ്മൾ സൂം പഠിച്ചല്ലോ. സൂം പഠിച്ചപ്പോഴാ ഒരു കോവിഡ് ടൈമിൽ. ഇപ്പം ലോകം മുഴുവൻ അടുത്ത ലെവലിലേക്ക് എത്തി. ഞാൻ ട്രിവാൻഡ്രത്തിരിക്കും, ഇദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ഒരു വെയർ ഉണ്ട്, കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടോ? ലുലുവിലൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടോ? ഒരു VR ഹെഡ്സെറ്റ് കണ്ടിട്ടുണ്ടോ? VR ഹെഡ്സെറ്റ് മാത്രമല്ല, ഇപ്പം ഹാൻഡ്സെറ്റും ഉണ്ട്. ഹാൻഡ്സെറ്റിന്റെ പ്രത്യേകത വെച്ചാൽ കയ്യിൽ ഒരു സംഭവമാണ്. ഇന്ന് തിരുവനന്തപുരത്തിരിക്കുന്ന ഞാൻ ഇദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ആ ഷെയ്ക്ക് ഹാൻഡ് ഇവിടെ ഫീൽ ചെയ്യും. മനസ്സിലായോ?
നേരിട്ട് അടുത്തിരുന്ന് സംസാരിക്കുകയും കാണുന്നതൊക്കെ കഴിഞ്ഞെന്ന്. ഒരു പരിധികളെ വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി ചെയ്തിരിക്കുന്ന അറിയോ? ഫോർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. മനസ്സിലായി കാണും, കത്തിക്കാണോ ആ ചെറിയ ആൾക്കാർ ചിരിക്കുന്നത്? ആ തന്നെ ഗൾഫിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പൊ തന്നെ പിള്ളേരൊന്നും വെളിയിൽ പോകുന്നില്ല, ശരിയല്ലേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇനി മടലെടുത്തോണ്ട് വെളിയിൽ പോകാൻ പോകുന്നു ഇല്ല. അവരിനി വീട്ടിൽ നിന്നുകൊണ്ട് അമ്മ ഇന്നത്തെ ഒരു ദിവസത്തെ എന്റെ 5000 രൂപ ചിലപ്പോൾ എടുത്തുകൊണ്ട് കാണിക്കും. എങ്ങനെയാണെന്നറിയോ? മെറ്റാവേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ അവർ ഗെയിം കളിക്കും. ഗെയിമിനകത്ത് ഏർണിങ്സ് വരിക. നമ്മൾ ചിന്തിക്കുന്നത് നടക്കാൻ പോകുന്നില്ലെന്ന്. അധികം ഒന്നും വേണ്ട, ടെക്നോളജി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു 5 വർഷം കൊണ്ട് ഇതൊക്കെ നടക്കാൻ പോകുന്നതാണ്. ഇങ്ങനത്തെ ഗെയിംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനത്തെ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇനി അടുത്ത ലെവലിലേക്ക് ഒന്നുകൂടെ പറയാം. ഇതിനകത്തെല്ലാം ഇവിടെ എന്തുണ്ടാവും അറിയോ? ആഡ് റവന്യൂ ഷെയറിംഗും റിവാർഡ് സിസ്റ്റവും ഉണ്ടാവും. റിവാർഡ് സിസ്റ്റം ഉണ്ടാവും. ഈ റിവാർഡ് സിസ്റ്റത്തിനകത്തെല്ലാം ഉപയോഗിക്കുന്ന കറൻസി ആരുടെ ആയിരിക്കും? നമ്മുടെ കറൻസി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കറൻസിക്ക് എവിടെ ഉപയോഗം വന്നു അതിനെ പറയുന്നതാണ് യൂട്ടിലിറ്റി എന്ന് പറയും. ഉപയോഗിച്ചു. യൂട്ടിലിറ്റി ഉള്ള കറൻസികൾക്കാണ് മാർക്കറ്റിൽ എപ്പോഴും ട്രെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി ഇത് മൂന്നാമത്തെ വഴി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ടെസ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഓക്കെ, അത് ചെറിയ കാര്യമല്ല, ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലര് ഓപ്പൺലി ഇത് ഓൾറെഡി മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതിപ്പോ സംഭവിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ USDT ആയിട്ട് അതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും USDT ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നത് ഒരു ബാങ്കിന്റെ സെർവർ ലെവലിൽ കിടക്കുന്നത് USDT ഈക്വലന്റ് ആയിട്ടുള്ള കറൻസി ആയിട്ട് അവരത് മാറ്റുക ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന പ്ലാനും പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ടെസ്ലാക്സ് വഴി US ഡോളർ കിട്ടുന്നു. ഓക്കെ, ഈ US ഡോളർ ഇന്നൊരാൾക്ക് കൊടുത്തത് കാശാക്കി മാറ്റുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ? ഉണ്ടല്ലോ അല്ലെ? അതിനു വേണ്ടി പോലും ഓടി നടക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് വരും. ഈ കാർഡ് കൊണ്ട് അടുത്തുള്ള റെസ്റ്റോറന്റിലോ ടെക്സ്റ്റൈലിലോ പോയി സാധാരണ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന പോലെ സ്വൈപ്പ് ചെയ്യും. മനസ്സിലാണല്ലോ? ഈ പേയ്മെന്റ് സിസ്റ്റം, റിവാർഡ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവേർഷൻ ഉണ്ട്. USDT നിന്ന് അടുത്തതിലേക്കുള്ള കൺവേർഷൻ ഇല്ലേ, ഇത് ഭയങ്കര എളുപ്പമാവും. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം ആലോചിച്ച് നോക്കി. ഇതിനകത്ത് USDT മാത്രമല്ല BTC, എഥേറിയം, USDT, സോളാന, BNB ഇതുപോലുള്ള പ്രധാനപ്പെട്ട കറൻസികൾ അതിനകത്തിടാം. മനസ്സിലായോ? അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വാലറ്റ് ഉണ്ടല്ലോ, ഏതാ? നെക്സ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റോ, ട്രസ്റ്റ് വാലറ്റോ, മെറ്റാമാസ്കോ ഉണ്ടോ? ഇതുമായിട്ട് ഈ കാർഡ് കണക്ട് ആയിരിക്കും. നിങ്ങൾ പോയി സാധാരണ കടയിൽ പോയി സാധനം സ്വൈപ്പ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. ഒപ്പം ഇതിന്റെ ഒരു പ്രത്യേകത അറിയോ? ഒരൊറ്റ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിന്നിട്ട് ട്രാൻസാക്ഷൻ നടക്കും. ഇതിനകത്തെല്ലാം അടുത്തൊരു കാര്യം, അഡീഷണൽ ഫീച്ചർ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ATM പോയി ഇതിനെ കാശാക്കി ഇവിടെ എല്ലാം കൺവേർഷൻ നടക്കും. USDT ടു ഇത് BNB ടു USDT. ഈ USDT കൺവേർഷൻ നടക്കുമ്പോഴത്തേക്ക് ഒരു ചാർജ് പോകുന്നുണ്ട്, ഗ്യാസ് ഫീ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഗ്യാസ് ഫീ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് കറൻസി ആയിരിക്കും? ഇവിടാണ് ഇതിന്റെ മെയിൻ ഭാഗം ഇരിക്കും. ക്ലിയർ ആയോ? ഈ കറൻസി അവിടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കറൻസിയുടെ വില വീണ്ടും കയറും. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനകത്ത് എവിടെ നമ്മളില്ല? ഉണ്ടോ? ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും നമ്മളോട് പണം ഇടാൻ പറയുന്നുണ്ടോ? ഇല്ല. മറ്റെല്ലാ സിസ്റ്റവും പറയുന്നതിനകത്തെല്ലാം നിങ്ങളുടെ കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കില്ലേ പറയുന്നത്? അതെപ്പോഴേ ഇവിടെ പറയുന്നില്ല. ഇനി ഏറ്റവും വലിയ വളരെ ഇമ്പോർട്ടന്റ്, ലോകത്തില് മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്തിന് കാശില്ലെന്നുണ്ടെങ്കിലും അവൻ കാശ് മുടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. എന്നറിയോ? വിദ്യാഭ്യാസം. വീടും സ്ഥലവും വിറ്റ് നല്ല കാര്യം. മലയാളിയുടെ ഒരു ഭയങ്കര സംഭവമാണ്. മലയാളി ഇങ്ങനെ ആയി നിന്നതിന്റെ റീസണും അത് തന്നെയാണ്. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ ഇന്ന് ക്രിപ്റ്റോ എന്താണെന്നും ബ്ലോക്ക് ചെയിൻ എന്താണെന്നും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കാർഡിനകത്ത്, അതായത് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കാർഡ് വന്നില്ലേ, ഇൻവിറ്റേഷൻ കാർഡിനകത്ത് ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. വായിച്ചായിരുന്നു? ആരെങ്കിലും വായിച്ചായിരുന്നു? എന്താ കേട്ടില്ല? പറഞ്ഞു പറയും. പറയുന്നത് എടുത്തു നോക്കണമെങ്കിലും പറയാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സാറേ ചെയ്തിരിക്കുന്നത്? NPQ UK കണ്ടായിരുന്നോ? നാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയും. UK ബേസ്ഡ് ആയിട്ടൊരു സർട്ടിഫിക്കേഷൻ ഏജൻസി അവർ.
ഓക്കെ, ഓൾറെഡി അതിന് ഒരു മിനിമം എനിക്ക് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ചെലവായത് $500. എത്ര? 550,000 രൂപയായിട്ടുണ്ട്. ഇതെല്ലാം ഡോളറിനുള്ള പരിപാടിയേ ഉള്ളൂ. ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി പുറത്തുണ്ട്, നമുക്കുണ്ട് ഇല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ നാളെ പഠിക്കാൻ നല്ലതല്ലേ? ആണല്ലോ. കേരള ബോക്സിംഗ് അക്കാഡമി ഉണ്ട് ട്രിവാൻഡ്രത്ത്. അവര് ടെക്നോ പാർക്കിൽ അവരുടെ ക്യാമ്പസ് ഉണ്ട്, അവര് ബോക്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്. മിനിമം കോഴ്സിന് 8,000-10,000 രൂപയാണ്. നാളെ ഇതിന്റെ ഡെവലപ്മെന്റ് എല്ലാം വേണ്ടി വരാൻ വേണ്ടി പോകുന്ന എവിടെ കയറിയോ? സർട്ടിഫൈഡ് ബ്ലോക്സിംഗ് ഡെവലപ്പർ. ഞാൻ ഈ പറയുന്ന ബ്ലോക്സിംഗിനകത്തുള്ള പ്രോഗ്രാം ഡെവലപ്പർ, മനസ്സിലായോ? അടുത്ത കോഴ്സ് വരുന്നുണ്ട്, സർട്ടിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ഓഡിറ്റർ. നിങ്ങൾക്ക് തരുന്ന കോൺട്രാക്ടിനെ, സ്മാർട്ട് കോൺട്രാക്ടിനെ ഓഡിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, അതിന് ഓഡിറ്റർ ഉണ്ട്. വരാൻ പോകുന്ന കോഴ്സ് ഒക്കെയാ. ഒന്ന് ഓഡിറ്റർ, അടുത്തത് പറഞ്ഞ സർട്ടിഫൈഡ് ക്രിപ്റ്റോ ട്രേഡർ, ക്രിപ്റ്റോയിലുള്ള ട്രേഡിംഗ് സർട്ടിഫൈഡ് ട്രേഡർ. അടുത്തത് ബ്ലോക്ക് ചെയിൻ പ്രോജക്ട് മാനേജർ. നമ്മളുടെ ബ്ലോക്ക് ചെയിൻ പ്രോജക്ട് മാനേജറിനെയാണ് അന്ന് നമ്മളുടെ കോളിനകത്ത് കണ്ടത്. ഇപ്പൊ കിട്ടിയോ? മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പല കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? അതാണ് ബ്ലോക്ക് ചെയിൻ പ്രോജക്ട് മാനേജർ. ഇതൊരു കോഴ്സാണ്, ഇത് പഠിപ്പിക്കാം. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് Web3 ആർക്കിടെക്ചർ പഠിപ്പിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോജക്ട് ഡിസൈനിങ്ങും ആർക്കിടെക്ചറും ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വില, ഹെവി പെയ്ഡ് ആണ്. നമ്മൾ വിചാരിക്കുന്നതല്ല. ഇതിന്റെ ഒരു പ്രോഗ്രാമറിന് മിനിമം ഒരു മാസം 8,00,000-9,00,000 രൂപ ഇൻകം ഉണ്ട്. കാരണം ഇത് അറിയാവുന്നത് വളരെ കുറവാണ്, ഭയങ്കര പെയ്ഡാണ്. ഇങ്ങനെയുള്ള കോഴ്സസ് പഠിപ്പിക്കുന്ന എന്ത് വരും? അക്കാഡമി ഫോം ചെയ്യും. ഈ അക്കാഡമി ഫോം ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് അത്രയും ആൾക്കാരുണ്ട്. ഇത് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു റവന്യൂ ക്രിയേറ്റ് ആവുകയോ വരും. ഹെവി റവന്യൂ വരും. ഈ ഹെവി റവന്യൂ എന്തായി മാറും? ആദ്യം ഇത് ഫ്രീ ആയി കൊടുക്കും ഓൺലൈനായിട്ട്, പിന്നെ ഇത് കോർപ്പറേറ്റ് ട്രെയിനിങ് ലെവലിലേക്ക് കിടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം പെയ്ഡായി ഇത് മാറും. ഇങ്ങനെ 4 വഴിയിലൂടെ എവിടുന്ന് ഫണ്ട് വരുന്നുണ്ട്? ടെക്സ് ടാക്സ് ഫണ്ട് എടുക്കും. മനസ്സിലായോ? അല്ലാതെ വെറുതെ 100-200 ആക്കി കൊടുക്കല്ല. ഇതിന് സമയമെടുക്കും. എല്ലാത്തിനും ഒരു ദിവസം നടക്കുമോ? എങ്ങനെ നടക്കും? എന്തുകൊണ്ട് നടക്കും? അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ റോഡ് മാപ്പ്. ഈ റോഡ് മാപ്പ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ റാങ്കുകൾ കണ്ടോ? ഒരു വലിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ പ്രോജക്ട് ഡീസെൻട്രലൈസ്ഡ് ആണ്, ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇൻകം കിട്ടുന്ന വഴിയാണ് ഡീസെൻട്രലൈസ്ഡ്. ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട് നിങ്ങൾ ആലോചിച്ച്? പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, അല്ലേ? ആണല്ലോ. ക്രിപ്റ്റോ PR ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് കമ്പനികളുണ്ട്, ഇല്ലേ? PR ഏജൻസി എന്ന് പറയും, ആണേ. ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട്, അക്കാഡമി ഉണ്ടേ. ഇതെല്ലാം ഒരാൾ വിചാരിച്ചാണ് നടക്കൂ. ഞാൻ വിചാരിച്ച ഇതെല്ലാം നടക്കും, സാർ വിചാരിച്ച ഇതെല്ലാം നടക്കും. ഓരോരുത്തരുടെയും പല സിസ്റ്റംസ് ആണ്, ശരിയല്ലേ? ഈ സിസ്റ്റം എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് സിംഗപ്പൂർ ബേസ് ചെയ്ത് നമ്മളൊരു കമ്പനിയായി രജിസ്റ്റർ ആവും. എവിടെ? സിംഗപ്പൂർ ബേസ് ചെയ്തൊരു കമ്പനിയെ രജിസ്റ്റർ ആവും. ഏത് റാങ്ക് ആണ് എന്നുള്ള എനിക്ക് കിട്ടിയിട്ടില്ല. ഈ രജിസ്റ്റർ ആവുന്ന സമയത്ത് ഇതില് ഒരു റാങ്ക് തൊട്ട് മുകളിലേക്കുള്ള ആൾക്കാര് ഈ കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറായിരുന്നു. നിങ്ങൾ സോ കോൾഡ് മാനേജ്മെന്റിന്റെ പാർട്ടായി മാറും. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് ഇവിടെ സാലറി സിസ്റ്റവും റാങ്കും വെച്ചിരിക്കുന്നത്. വെറും $1,00,000 രണ്ട് ഓർഗനൈസേഷനിലും രണ്ടിടവും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ $500 മന്ത്ലി സാലറി വരും. 50,000 രൂപ. $2,00,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. മാസം ഏകദേശം 1,00,000 രൂപയോളം സാലറി വരും. മനസ്സിലായോ? ഈ സാലറി വെച്ചിരിക്കുന്നത് നമ്മുടെ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സിന് വേണ്ടിയാണ്. പല കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഫ്ലൈറ്റ്, ഫ്രീ ആയിട്ടുള്ള ഫ്ലൈറ്റ്, അങ്ങനെ പല കാര്യങ്ങളും അന്നത്തേക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതൊക്കെ എന്ന് നടക്കും എന്നുള്ളതാണ് നമ്മുടെ റോഡ് മാപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രോജക്ടിന്റെ സോഫ്റ്റ് ലോഞ്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇതുകൂടെ ഒന്ന് പറയണം. 100 കിട്ടുമ്പോൾ 200 ആവുന്നത് മാത്രം അല്ല, ഇതിനൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കും, ഇല്ലേ? ഒന്ന് ഫീൽ ചെയ്യെങ്കിലും വേണം. അതിനുവേണ്ടിയാണ് ഒന്ന് ഈ പ്രോജക്ടിന്റെ സോഫ്റ്റ് ലോഞ്ച് April 5-ാം തീയതി നടന്നു. അതിനെയാണ് സോഫ്റ്റ് ലോഞ്ച്. എന്താണ് സോഫ്റ്റ് ലോഞ്ച്? ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് ടെസ്റ്റിംഗ് ഫേസ് ഉണ്ടാവും. ഈ ടെസ്റ്റിംഗ് ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് സോഫ്റ്റ് ലോഞ്ച് കിട്ടുക. കാരണം ഒരിക്കലും അന്നത്തെ സമയം കൊണ്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവണമെന്നില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ റിയൽ ടൈമിൽ മണി ട്രാൻസാക്ഷൻ നടക്കുമ്പോഴേ ഇതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിനെയാണ് സോഫ്റ്റ് ലോഞ്ച് പീരീഡ് എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നോക്കുന്നുണ്ടോ?
സ്മാർട്ട് കോൺട്രാക്ടിനകത്ത് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എറർ ഒരിക്കലും പിന്നെ തിരുത്തി ശരിയാക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ എന്തുണ്ടാവും അതിൻ്റെ കൂടെ? എററും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് ലോഞ്ച് പീരീഡ് ഉണ്ടാവുന്നത് എല്ലാ സിസ്റ്റത്തിലും. ഈ സോഫ്റ്റ് ലോഞ്ചിന് ശേഷം നമ്മൾ വരുന്ന ഡീസെൻട്രലൈസ്ഡ്, അതായത് നമുക്കൊരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ അഡ്രസ് നമ്മളിൽ കിട്ടും. ഈ കോൺട്രാക്ട് അഡ്രസ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസാക്ഷൻ മൊത്തം നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതെന്ന് കിട്ടും? 2025 മെയ് 25 ഏകദേശം വെറും വൈറ്റ് പേപ്പർ ഇതിലൂടെ വരും. മനസ്സിലായോ? ഓക്കെ, അന്നുകൂടി നമുക്ക് പറയാം പ്രോജക്റ്റിന്റെ സിസ്റ്റം 100% ഡീസെൻട്രലൈസ്ഡ് ആയി. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആസ് ഓഫ് നൗ ചെറിയ ചെറിയ എഡിറ്റിങ്ങോ മാനുവൽ ഇന്റർവെൻഷനോ ഉണ്ട്, അത് ഉണ്ടാവും. ഉണ്ടാക്കിയാലേ ഇതിന്റെ പ്രോഗ്രാമിനെ കുറച്ചുകൂടെ അൽഗോരിതം കറക്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള സമയമാണ്. ഓക്കെ, ഇതിനുശേഷം ചെയ്യാൻ വേണ്ടി പോകുന്നത് 2025 ജൂലൈ 1 നമ്മുടെ ടെസ്റ്റ് ക്രിപ്റ്റോ കറൻസിയായി. ഇതിനു മുന്നേ എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഈ ഗെയിമില്ലേ, ചിലപ്പോൾ വരുന്ന ഒരു മാസത്തിനകത്ത് നമ്മുടെ മുന്നിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ഗെയിം ആദ്യം സൂചിപ്പിച്ചിരുന്നത് ടാപ്പിംഗ് ഗെയിം ആവണം എന്നാണ്. ചിലപ്പം ഒരു പട്ടിയുടെ മുകളിൽ ചിലപ്പം പ്രതീക്ഷിച്ചു. വെറും ടാപ്പിംഗ് ഗെയിം മാത്രമല്ലാതെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഒരു ഗെയിമിലേക്ക് ചിലപ്പോൾ നമ്മൾ മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ആ സ്വപ്നം എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 1 ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഈ കറൻസി ആക്റ്റീവ് ആയിരിക്കും. അതിന്റെ കൂടെ ഗെയിമുകൾ വന്നിട്ടുണ്ടാവും. 2025 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റർനാഷണൽ ലോഞ്ച് ഉണ്ടാവും. മിക്കവാറും ദുബായ് ആയിരിക്കും. സെപ്റ്റംബറിൽ നമ്മുടെ ഇന്റർനാഷണൽ ലോഞ്ച് എവിടെ? ദുബായ്. പോണ്ടേ? പോണ്ടേ? ആ, ദുബായിൽ. അന്ന് നമുക്ക് ഇവിടെ എത്ര പേരുണ്ടാവും എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തു. അധികം ദൂരത്തൊന്നുമല്ല. ഇത് എന്നത്തേക്കാ പറയുന്നത്? സെപ്റ്റംബറിലാണ് അല്ലെ? ഇപ്പൊ ഏപ്രിലായില്ലേ? ഏപ്രിൽ കഴിഞ്ഞു. മെയ്, ജൂൺ, ജൂലൈ, റെഡിയല്ലേ? അടുത്തത് അതിനുശേഷം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ 2026 ജനുവരി ലിസ്റ്റോ. എന്താണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്? എന്താ? ബൈനാൻസ് പോലെ, കുക്കോയിൻ പോലെ പല എക്സ്ചേഞ്ചുകൾ ലോകത്തുണ്ട്. ഇതില് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ കറൻസി ചെല്ലും. ഇത് എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ റോഡ് മാപ്പ് ഇല്ലേ? ജനങ്ങൾ ഇതിനകത്ത് വരണം, ജനങ്ങൾ ഇൻട്രസ്റ്റഡ് ആവണം, അവര് സെല്ലിങ്ങും ബൈയിങ്ങും അവർ തന്നെ ചെയ്തു തുടങ്ങണം. ഇങ്ങനത്തെ പരിപാടിയിലേക്കൊക്കെ നമ്മുടെ സിസ്റ്റം എത്തും. ഓക്കെ, അങ്ങനെ എത്തുന്നു. അതിനുശേഷം 2026 സെപ്റ്റംബർ കറക്റ്റ് ഇതിലേക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഹലോ 2026 സെപ്റ്റംബർ ഇന്നേക്ക് കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എന്തുണ്ടാവും? പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്ന് കാശ് സമ്പാദിക്കുന്നു, നിങ്ങൾക്ക് ഒരു കാർഡ് ഇഷ്യൂ ആവും. ആ കാർഡ് കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ സ്ഥലങ്ങളിൽ പോയി കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ നോക്കണ്ട, വെറുതെ എവിടെയെങ്കിലും പോയിട്ട് വെറുതെ തിന്നാൻ മതി. ഒറ്റ വർഷമല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകുന്നവരടുത്ത് നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ചായ ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് കാർഡ് എടുത്തിട്ട് പർച്ചേസ് ചെയ്തു എന്നിട്ട് പറയണം വേണേ. മനസ്സിലായോ? എത്ര ഒറ്റ വർഷമല്ലേ ഉള്ളൂ? ഒറ്റ വർഷം. അതിനുള്ളിൽ ഇത്രയും പോയിന്റ്സ് നടക്കുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും. കാരണം കുറെ പേര് എന്താ പറയുക 50 കോടി 100 കോടി ഒക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കമ്പനികൾ ഉണ്ടായിരുന്നു. ശരിയാണല്ലേ? ഉണ്ടത്. അപ്പോഴത്തേക്കാണ് നമ്മൾ 90 ദിവസം കൊണ്ട് ചെയ്ത് കാണിക്കാന്നാ പറയുന്നത്. എത്ര ദിവസം കൊണ്ടാ? 90 ദിവസം കൊണ്ട്. അത് ചെയ്ത് കാണിക്കണമെന്നുണ്ടെ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മനസ്സിലായി? എല്ലാവരും പറയുന്ന പോലും ഇല്ല പലരും. കാരണം പറയണമെന്നുണ്ടെങ്കിൽ ഇത് അറിയണ്ടേ? നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രമല്ല, കറക്റ്റ് പ്ലാനിങ്ങും അതിന്റെ ഫിക്സർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇനി ഇതിനു ശേഷം സോഫ്റ്റ് ലോഞ്ചിന് ശേഷം സംഭവിക്കുന്നത് എന്താണ്? ഒഫീഷ്യൽ ആയിട്ടുള്ള ഫുൾ ലോഞ്ച് നടക്കും. ഫുൾ ലോഞ്ച് നടക്കുന്ന 2027 ജനുവരിയിലായിരിക്കും വിത്ത് കാർഡ് പേയ്മെന്റ് സിസ്റ്റം. ആദ്യം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് സോഫ്റ്റ് ലോഞ്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട ലീഡേഴ്സിനായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരിക? കാർഡ് വരിക. ഓപ്പൺ ടു മാർക്കറ്റ് പോകുന്നതിന് മുന്നേ. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനുള്ള അവസരമാണ്. അതിനുശേഷമാണ് പബ്ലിക്കിലേക്ക് ഈ സാധനം കൊടുക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. 2027 ജനുവരി 2027 ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഇതൊന്നും നിങ്ങൾ ഒരുപക്ഷെ ഒരിടത്ത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നമ്മുടെ സൂമിന്റെ പ്ലാറ്റ്ഫോം പോലെ മെറ്റാവേഴ്സിലുള്ള പ്ലാറ്റ്ഫോമാണ് ഈ സിസ്റ്റത്തിന്റെ സ്വപ്നം. മനസ്സിലായോ?
ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ ഓടി വരേണ്ട കാര്യം ഇല്ല. ഞാൻ അവിടെ നല്ല സുഖമായിട്ട് വീട്ടിനകത്തിരിക്കും. വീട്ടിനകത്തോട്ട് ഞാൻ സത്യമായിട്ട് 1.5 വർഷം എന്നെ ഇങ്ങനെ ആരും ഇവിടെ ഒന്നും അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നും വിളിക്കരുത്. സോറി. എവിടെ നമ്മുടെ നിങ്ങളുടെ കയ്യിലേക്കും ഈ പറയുന്ന ഹെഡ്സെറ്റ് കിട്ടും. ഹെഡ്സെറ്റ് ഇരിക്കുക, നിങ്ങൾ വീട്ടിലിരിക്കുക, ഞാൻ വീട്ടിലിരിക്കുക, നമ്മൾ കണ്ടറിഞ്ഞ് സംസാരിക്കും. റെഡിയാണോ? ഇതിവിടെ കേട്ടോ, സൂം പോലുള്ള മെറ്റാവേഴ്സ് ക്ലാസ് മനസ്സിലായോ? ഇതാണ് ഇവിടം വരെ ഇത് എത്തിക്കഴിഞ്ഞാണല്ലോ. നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല. അന്ന് ഈ പറയുന്ന ഇങ്ങനൊരു ഡെവലപ്മെന്റ് കമ്പനിയുടെ പോലും ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ സൂം ഒക്കെ ഇന്ന് എത്രമാത്രം രൂപ ഉണ്ടാക്കുന്നുള്ളത് സെർച്ച് ചെയ്തു. അവിടെയാണ് അന്ന് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അന്ന് നമ്മുടെ ലോഗിൻ നടക്കുന്നതിന്റെ കൂടെ തന്നെ ഫ്രീ ആയി VR ഹെഡ്സെറ്റ് കൊടുക്കാനാണ് പ്ലാൻ. അതായത് ജിയോയുടെ VR ഹെഡ്സെറ്റ് പോകുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ മാർക്കറ്റില്? ഉണ്ടോ? ഇതേപോലെ തന്നെ നമ്മുടെ ലോഗിന്റെ കൂടെ VR ഹെഡ്സെറ്റ് കൂടെ അങ്ങ് പോകും. അപ്പം ഇതിന്റെ ഭാഗമായി ഇതങ്ങ് മാറും. അതിനോടൊപ്പം തന്നെ 2030 ജനുവരി ആകുമ്പോഴത്തേക്കും 5ഓളം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോ ഡെവലപ്പ് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ വെറുതെ നിങ്ങൾ 1 രൂപ മുടക്കിയിട്ടല്ല 10 പൈസയ്ക്കും 20 പൈസയ്ക്കും നിങ്ങളുടെ കറൻസി ഇട്ടിരിക്കുന്നത്. അന്ന് ചിലപ്പോൾ 1 രൂപ $1 ഇങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് വർക്കാവുന്നത്. അല്ലാതെ നമ്മുടെ കാശ് മൊത്തം എടുത്ത് ടെസ്റ്റ് വാങ്ങിച്ചോ, വാങ്ങിക്കുമ്പോൾ അതിന്റെ വില കൂടുകയും വിൽക്കുമ്പോൾ അതിന്റെ വില കുറയുകയും ചെയ്യുന്നതല്ല സിസ്റ്റം. ഇങ്ങനെയാണ് ഒരു റോഡ് മാപ്പ്. ഈ റോഡ് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധി വേണം, വേണ്ടോ? അതൊന്ന് ആലോചിച്ച് ലോജിക്കലി ഇതെല്ലാം വിട്. ഇത്ര ഒരു സാധനം പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ മേലാത്ത ആൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലേ? ഇതിന്റെ എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്പ് ചെയ്യാതെ പറയാൻ പറ്റുമോ? ആലോചിച്ച് നിങ്ങൾ ഒരു 10 ലക്ഷം 20 ലക്ഷം കൊണ്ടോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് എടുത്ത് പോകും. ഇതുപോലെ ഒരു പ്രോജക്റ്റ് വരെ 90 ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാമോ ചോദിക്കും. പുള്ളി പറയും, ഒന്ന് ചിരിക്കും, എന്നിട്ട് പറയും 6 മാസം കഴിഞ്ഞ് വരാൻ. മനസ്സിലായോ? അതാണ് നമ്മുടെ പ്രോജക്റ്റ്. അപ്പൊ ഇപ്പം വെറും സോഫ്റ്റ് ലോഞ്ച് പീരീഡ് ആണ്. ഈ സോഫ്റ്റ് ലോഞ്ച് പീരീഡിൽ നിങ്ങൾ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ലൈഫിൽ എപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനകത്ത് ഞാൻ 1-2 സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ 1-2 വർക്ക്ഔട്ട് സിസ്റ്റത്തിൽ വർക്ക്ഔട്ട് ചെയ്തപ്പോഴും ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ വന്നത്. അങ്ങനെ കാലത്തിന് ശേഷം ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒത്തിരി സമ്പാദിച്ച കോടീശ്വരന്മാരുണ്ടല്ലോ, സോക്കോൾസ്, അവരൊക്കെ ഈ പ്രോജക്റ്റിന്റെ ആദ്യകാലത്ത് വന്ന ആൾക്കാരായിരിക്കും. നോക്കിയോ? അപ്പൊ നമ്മള് സ്റ്റേജിന്റെ അങ്ങേയറ്റത്ത് പോയിരുന്നോണ്ട് നമ്മളിങ്ങനെ ആലോചിക്കും, ഓ അക്കാലത്തെ കാര്യം ഇത് എന്നെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്നെ ഞാനും അവിടെ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും അല്ലേ? 100%. പക്ഷെ ഇതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആദ്യം കിട്ടുമ്പോഴേ ഈ സോക്കോളിൽ നിൽക്കുന്ന ലീഡർ അന്ന് ഈ പ്രോജക്റ്റിന് ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്ന തുടക്കമാണ്, ശരിയല്ലേ? ഈ തുടക്കത്തിനകത്ത് ഒത്തിരി സഫറിങ്സ് ഉണ്ടാവും, ശരിയാണോ? ഈ സഫറിങ്സ് അവൻ എടുത്തിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളും പെയിനും അക്കാലത്തുള്ളത് ധാരാളം പുള്ളി എടുത്തിട്ടുണ്ടാവും. വെറുതെ കിട്ടുന്നതല്ല. നിങ്ങൾ കാണുമ്പോ ഇത് 3 വർഷം 4 വർഷം കൊണ്ട് തലപ്പൊക്കത്ത് നിൽക്കുന്ന പ്രോജക്റ്റാണ്. ഈ തലപ്പൊക്കത്തിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് കഷ്ടപ്പാടുണ്ടല്ലോ. അതെടുത്തതുകൊണ്ട് അവരുടെ നിൽക്കുന്നത്. അതെടുക്കാൻ റെഡിയാണോ? അവിടാണ് പോയിന്റ്. അതെടുക്കാൻ റെഡിയാണോ? അത് റെഡിയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ് പോയി, ഈ പ്രോജക്റ്റ് പോയി, മറ്റേ പ്രോജക്റ്റ് പോയി, എന്റെ കാശ് ഇവിടെ പോയി, ഇതൊക്കെ ശരിയാണെന്ന് ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് പോകുന്നുണ്ടെന്നുള്ളത് നാട്ടിൽ പരക്കുമോ ഇല്ലയോ? ഇല്ലേ? ഒരു 3 മാസം, ജസ്റ്റ് 3 months വെയിറ്റ് ചെയ്യും. ഇന്ന് ഒരു പക്ഷെ നിങ്ങൾ പോയിട്ട് നടക്കാൻ ഒരു പക്ഷെ കാശ് തരാത്തതും ഇൻവെസ്റ്റ് ചെയ്യാത്തതുമായ ആൾക്കാർ ധാരാളം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും. പക്ഷേ ഒരു 90 days ഈ പ്രോജക്റ്റില് ഞാൻ ഈ പറയുന്ന ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡിങ് എ ക്രിപ്റ്റോ, ഇൻക്ലൂഡിങ് എ ഗെയിം നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കഷ്ടപ്പാട് കുറയുമോ ഇല്ലയോ? പറയില്ലേ? എത്തിച്ചേരും. നോക്കാം. അന്നും പറഞ്ഞതാ 90 ദിവസം. പഴയ ചൊല്ലല്ല. പണ്ട് എങ്ങനെയാണെന്നറിയോ? കൂടുതൽ പ്രോമിസ് പക്ഷെ ചെയ്യുന്നത് കുറവ്. ഇതങ്ങനല്ല. പ്രോമിസ് വളരെ കുറവായിരിക്കും, അതിനേക്കാൾ കൂടുതൽ ചെയ്ത് കാണിക്കും. കാരണം മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം. ആരെയും ഫോളോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചെയ്ത് കാണിക്കുന്ന സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സ് മറ്റുള്ളവര്
അല്ലാതെ അവൻ ചെയ്തു ഇവൻ ചെയ്തു ഇതൊന്നും ഒരുത്തരും പറഞ്ഞിട്ട് പോലും ഇല്ല. നമ്മൾ ചെയ്ത് കാണിക്കും, എന്നിട്ട് പറയും വേണേ വാ. അതിനുവേണ്ടി ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം എന്നറിയോ, ഇന്ന് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് നാളെ സിസ്റ്റം തിരിച്ചു തരുന്ന സപ്പോർട്ട്. പണ്ട് ചിന്തിച്ചതുപോലെ ആ ലീഡറായി മാറാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിലിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു കമ്പനിയല്ല, ഇപ്പൊ ഇതൊരു ഡീസെൻട്രലൈസ് സിസ്റ്റം മാത്രമാണ്. ഈ പ്രോജക്റ്റിലെല്ലാം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതൊരു കമ്പനിയായി മാറും. ആ കമ്പനിയുടെ അഡ്വൈസറി ബോർഡിൽ ഒരു മെമ്പറായി ഈ കമ്പനിയുടെ തന്നെ ഭാഗമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാനുള്ള ചാൻസ് ഇന്നിവിടെ ഓപ്പൺ ആണ് എന്നാണ്. ഒരു നല്ല റെഡി പോവാണ്. ഇന്ന് ഞാൻ പറഞ്ഞു ഒരു 100 പേരും 1000 പേരും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ 1000 പേരെ കൊണ്ടുവരാൻ പറ്റുന്ന 50 പേരെ ഇവിടെ ഇരിക്കുന്നത്. ആണോ അല്ലയോ? ആണ്. ഉറപ്പിച്ചോട്ടെ. അടുത്തൊരു പരിപാടി ഒറ്റ മാസം നമ്മൾ സെറ്റ് ചെയ്യും. വിത്ത് ഇന്റർനാഷണൽ പ്രോജക്ട് പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലോഞ്ച് എങ്ങനെയാണെന്ന് വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും. മനസ്സിലായി? അതിനു മുന്നേ നമ്മളൊരു പ്രോഗ്രാം ചെയ്യണം. ആ പ്രോഗ്രാമിനകത്ത് മിനിമം 500 പേരുണ്ടാവണം. റെഡിയാണോ? 500 പേരെ വെച്ചാണ് നമ്മൾ ചെയ്യണം. എല്ലാവരും നല്ല സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് സ്റ്റൈലായിട്ട് പ്രോഗ്രാം ചെയ്ത് തകർക്കണം. റെഡിയാണോ? ഞാൻ റെഡിയാണ്. അതിനുള്ള പരിപാടിക്കല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഇറങ്ങത്തില്ല. കാരണം അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങളുമായി എന്റെ മുന്നിൽ പലരും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇതിനിറങ്ങി നിൽക്കാനുള്ള കാരണമുണ്ട്. ഇതിന്റെ മുന്നിൽ ഇതിന്റെ ഉള്ളിൽ കാമ്പുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചു 100% നമുക്ക് തകർക്കാം. എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സാറേ, താങ്ക് യു. ഓക്കെ അല്ലേ? ഞാനൊന്നും പറയണ്ടല്ലോ അല്ലേ? കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയണ്ടാവില്ലേ? ഞാൻ പറഞ്ഞല്ലോ, പറയണ്ട. വന്ന സമയത്ത് കെവിൻ സാറ് നമസ്കാരമൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടായിരുന്നു. എല്ലാവരും മുഖം ഇങ്ങനെയായിരുന്നു. പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് എല്ലാവരും മുഖം ശരിയൊക്കെ വന്നു. ദുബായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ 2 കണ്ണിലും ബൾബൊക്കെ കത്താൻ തുടങ്ങി. പോണ്ടേ ദുബായിക്ക്? വേണ്ടേ? പോണം. ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിൽ വോട്ടില്ലെങ്കിലും അല്ലേ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കമ്പനി ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തണം. ഇനി ഒരു ചെറിയ ഒരു ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് പ്ലാൻ എങ്ങനെയെന്നുള്ളത് കൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ചായ കുടിച്ച് അതേ സീറ്റിൽ എല്ലാവരും വന്നിരിക്കണം, ആരും പുറത്തു പോകണം. ഓക്കെ, ശരി. Ah,